കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ SITയുടെ നിർണായകമായ അറസ്റ്റിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പ്രവീൺകുമാർ, ജിതിൻ ഭാസ്കർ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം, പ്രാദേശിക തലത്തിൽ CPMന്റെ നേതാവ്, ആദ്യ അറസ്റ്റ് SIT നടത്തിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് നിയമത്തിന്റെ വഴിക്ക് പോയപ്പോൾ സത്യം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ പരാതി നൽകിയതാണ്. ഞാനന്ന് ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയാണ്. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, എന്തൊരു മോശകരമായ പ്രവൃത്തിയാണ് CPM എന്ന് പറയുന്ന പുരോഗമനവാദികളെന്ന് സ്വയം പറയുന്ന പാർട്ടിയുടെ ഭാഗത്തുണ്ടായത്. മതേതരത്വത്തിന്റെ തുരുത്ത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന കേരളത്തിൽ 10 വോട്ടിന് വേണ്ടിക്കൊണ്ട് നടത്തിയ ഈ മ്ലേച്ഛകരമായ ശ്രമം ഇനി നാട്ടിലുണ്ടാവാൻ പാടില്ല. ഈ അറസ്റ്റ് സ്വാഗതാർഹമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ അനുബന്ധമായി പറയുന്നു, ഇത് എല്ലാ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അറസ്റ്റ് ഇതിൽ നിൽക്കില്ല. ഇദ്ദേഹം ഇതിനകത്തുള്ള ഒരു പരൽമീനാണ്. വമ്പൻ സ്രാവ് വേറെ കിടക്കുന്നുണ്ട്. അവരിലേക്ക് അന്വേഷിച്ചു പോകണം. CPMന്റെ ഒരു ഉന്നത നേതാവ് നേതൃത്വത്തിൽ നടന്ന വലിയൊരു ഹൈ ലെവൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് അന്വേഷണം തുടരണം. ഇനിയുള്ള ബാക്കി നിൽക്കുന്ന കുറ്റവാളികളെയും നിയമത്തിന്റെയും സമൂഹത്തിനുള്ളിൽ കൊണ്ടുവരണം. ഇത്തരമൊരു പ്രവൃത്തി ഇനി മതേതര കേരളത്തിൽ ഒരാൾക്കും ചെയ്യാൻ മനസ്സ് വരാത്ത രീതിയിലുള്ള താക്കീതായി ഈ അന്വേഷണം നടപടിയും മാറണം. യെസ്, വളരെയധികം നന്ദി ശ്രീ K. പ്രവീൺകുമാർ MLA ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും കോൺഗ്രസ് ഈ അറസ്റ്റ്, ഈ തുടർ നടപടികൾ SITയുടേത്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ജിതിൻ ഭാസ്കർ DYFIയുടെ പ്രാദേശിക നേതാവാണ്, CPMന്റെ പ്രാദേശിക പ്രവർത്തകരാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചു, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഇതിൽ ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അത് എവിടെ എന്നതാണ് SITക്ക് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് SIT ഇതുവരെ എത്തിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും എന്നാണ് SIT വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ച് അവരെ പ്രതിരോധത്തിലാക്കുന്ന വലിയൊരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. DYFIയുടെ നേതാവ്, പ്രാദേശിക CPM നേതാവ് ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.